ഹലോ ഗൈസ്. പറഞ്ഞു കാക്ക പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ പറയാം ഗൈസ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇതൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ അതില് ഇതിന്റെ പേര് പറയാം. ഓൾമോസ്റ്റ് അതെ, ഓൾമോസ്റ്റ് എല്ലാരും ചെയ്തിട്ടുള്ള ഒരു ചലഞ്ച് ആയിരിക്കും മുമ്പൊക്കെ. പിന്നെ നമുക്ക് ഇതിലെന്ന് വെച്ചാല് കുറച്ച് നമുക്ക് പണി തരാൻ വേണ്ടിട്ട് കുറച്ച് അതെ, അങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് എല്ലാം ഇങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഷിജാസ് കാക്ക. അതിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് തരും. പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം എടുത്ത് വെച്ചാണ്ട് അടിയാണ്. അടിയോടടിയാണ് ഗൈസ്, അടിയോടടി. അതെ, എനിക്കിപ്പോ പറഞ്ഞപ്പോ തന്നെ നാക്കുളിക്ക്. അപ്പൊ ഞാൻ തരുമ്പോഴൊക്കെയുള്ള അവസ്ഥ എന്തായാലും അടി ഉറപ്പായിട്ട് എല്ലാവർക്കും ഉണ്ടാവും മിക്കവാറും. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യമാണോ അല്ലെങ്കിൽ അല്ല, എത്ര നമ്പേഴ്സ് പറയും കാക്ക? എങ്ങനെയാ, എത്ര പ്രാവശ്യം പറയണം? ഒരു ഡയലോഗ് എത്ര പ്രാവശ്യം പറയണം? 3 ടൈംസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിക്കഴിഞ്ഞാല് കാക്ക അടിയോടടിയായിരിക്കും. ആ അടികൊള്ളാൻ എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലോട്ട് കടക്കാം. ബിഗ് ബ്രദർ നല്ലത് വേണ്ട, വലത് മതി. ഫസ്റ്റത്തെ കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഇതായിരിക്കും, ആ കുളിക്കായിരിക്കും. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ, പറയാൻ പോലും സമ്മതിക്കണില്ല. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, അതാണ് പറയേണ്ടത്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. സ്പീഡിന് പറയണമെന്ന് ചേച്ചി ചാച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ തുടങ്ങിക്കോട്ടെ. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. മര്യാദക്ക് പറയാൻ പഠിക്കാണ്. നമുക്ക് റിച്ചിനോട് സെയിം തന്നെ എന്താ പറയണ്ട. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. എന്തായാലും സൈക്കിൾ റാലി പോലെ ലോറി റാലി. അപ്പൊ ആദ്യത്തെ എല്ലാവരും പാട്ട് പാടാനാണ് പറഞ്ഞത്. അപ്പോ നെക്സ്റ്റ് വേർഡ് ഞാൻ പറയാട്ടാ. നെക്സ്റ്റ് വേർഡ് അല്ല, നെക്സ്റ്റ് ഇക്രൂന്റെ തുടങ്ങാം. നെക്സ്റ്റ് വേർഡ് അല്ല, നെക്സ്റ്റ് ഇക്രൂന്റെ അല്ല, നമുക്ക് ഈ സൈഡ് തന്നെ മതി. ബിഗ് ബ്രദർ അതെങ്ങനെയാണ്? അതൊരാള് തന്നെയാണോ പറയാനാണ്? അത് ചാച്ചുവിന് മാത്രം ഉള്ളതാണോ? അല്ല, ഒരെണ്ണം എല്ലാരും പറയണം. അങ്ങനെ എല്ലാരും പറയണം. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച. സിമ്പിൾ സിമ്പിൾ. പത്തത്ത ചത്തു ചത്തത്ത പച്ച, പത്തത്ത ചത്തു ചത്തത്ത പച്ച, പത്തത്ത ചത്തു ചത്തത്ത പച്ച. വെരി സിമ്പിൾ, പഠിച്ചതായിരുന്നു പണ്ട്. പറഞ്ഞു. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച. സ്പീഡ്. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച. വൈഫും ഹസ്ബൻഡാണ് ഈ ഇരിക്കണത്. അവരെന്തായാലും ക്ലിയർ ആക്കി. സിസ്റ്റർ നോക്കാം. പിന്നെ എന്റെ ടേണാണ് ഗൈസ്. പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച, പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച, പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച. ഇതെനിക്കും അറിയാം ഗൈസ്, എനിക്കറിയാം. മൂന്നുപേര് ക്ലിയർ ആക്കിയത്. അതെ, ഒരാൾ ക്ലിയർ ആക്കിയാലും എനിക്ക് അടി കൊടുക്കാം. എനിക്ക് ഉറപ്പാണ്, എല്ലാവർക്കും അറിയാം. നീ ക്ലിയർ ചെയ്താലും ഷിജാസിന് അടിക്കാൻ പോകും. അതെ അതെ, ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് കിട്ടണ കൊടുക്കാം. പത്ത് പത്ത് തത്ത ചത്തു ചത്ത പച്ച, പത്ത് ചത്ത് ചത്ത് ഞാൻ രക്ഷപ്പെട്ടാ. അപ്പൊ മൂന്നാമത്തെ ടങ് ട്വിസ്റ്ററിലോട്ട് കിടക്കുന്നതാണ്.
ഇതും എനിക്ക് ഏകദേശം എന്തായാലും എല്ലാരും പറയുമെന്ന് തോന്നുന്നു. സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ പറയണത്. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. അത് ചാച്ചു ജയിക്കുന്നു. ചാച്ചു ഭയങ്കര ഇവരിത് ഇവിടുന്നൊക്കെ ഒപ്പിച്ചുകൊണ്ടല്ലേ. ഒന്നുകൂടി പറയോ? രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ അത് ഓർമ്മയായിട്ട് കൂട്ടൂല അപ്പൊ. ഇല്ല അത് കൂട്ടൂല. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി. അത് ചേട്ടനായിരുന്നു പറയട്ടെ. നാക്കുളുക്കൂലെന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് പറയട്ടെ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. പുലിയുറുമ്പത് പുലിയുറുമ്പത് പുലിയുറുമ്പത്. അയ്യോ ഗൈസ് അത്ത ഞാൻ രാമമൂർത്തിയുടെ പുത്രൻ. ഇല്ല മൂത്തുപതൊന്നും ഞാൻ പറഞ്ഞില്ല. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തൻ. രാമമൂർത്തിയുടെ മൂത്ത നാലാമത്തെ ടങ് ട്വിസ്റ്ററിലൂടെ നടക്കണേണ്ട. അതവിടെ തുടങ്ങിയപ്പോലെ. ഇല്ല ഇതായിരുന്നു കറക്റ്റ് ഓർഡർ ചെയ്ത്. അതെ അപ്പൊ ഞാൻ തോക്കുന്നുണ്ട്. പറയട്ടെ. പറഞ്ഞോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. ഒരെണ്ണല്ലേ ഉള്ളൂ. ഇല്ല അങ്ങനെ മാറ്റി മാറ്റി പറയണം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. അങ്ങനെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. ചന്തുവിനെ തോപ്പിക്കാൻ ആരുമായിട്ടില്ല മക്കളെ. അതെ ഞാൻ കണ്ടായിരുന്നു രണ്ട് കളിക്കോ തോപ്പിച്ചത്. പറയട്ടെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. രണ്ടുപേരും തോക്കൂലെന്ന് തന്നെയാണ് പറയുന്നത്. ഗൈസ് ഞാനിപ്പോ തൊട്ടിട്ട് കാണിച്ചുതരാം. ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. വിജയ് വിജയ് പേടിച്ചിട്ട് ഇറങ്ങിയിട്ട് സൗണ്ട് കുറച്ചിട്ടാണ്. ഞാൻ എനിക്ക് മുമ്പേ അറിയാവുന്ന ഭയങ്കര അവിടെ അടി കൊടുത്തേക്കുന്നത്. പറയട്ടെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ. പിന്നെ ഇതേപോലത്തെ കടുപ്പുള്ള വാക്കുകളൊന്നും പറയാൻ പറ്റൂല ബുദ്ധിയില്ലാത്തവനാണ്. ലാസ്റ്റ് വൺ അഞ്ചാമത്തെ ടങ് ട്വിസ്റ്റർ ആണ്. എനിക്കും തെറ്റിപ്പോവും സാധ്യത ഉണ്ട്. ഒരെണ്ണം തിരിച്ചു കൊടുത്താലോ? അല്ല ഇക്കാക്ക് നമുക്ക് പറഞ്ഞു തന്നെയല്ലേ. ഇല്ല 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 പറഞ്ഞ ആള് നല്ല വ്യക്തതയോടെ പറഞ്ഞല്ലോ. വ്യക്തതയോടെ തന്നെ ഞാൻ അത് പോയിന്റ് ഇനി എന്താ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനോ. തണ്ടുരുളും തടിയുരുളും തടിയുമ്മേൽ ചെറുതരി കുരുമുളകുരുളും. അടിച്ചു കാഞ്ഞു അടിച്ചോ തണ്ടുരുളും തടിയുരുളും തടിയുമ്മേൽ ചെറുതരി കുരുമുളകുരുളും. തണ്ടിന്മേൽ ചെറുതരി കുരുമുളകുരുളും. ഒരു കഥ പോലെ വേറെ ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ളതാണ്. താനും പറയണം 3 പ്രാവശ്യം. ഞാൻ പറയാം. പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് കിട്ടൂല. ഒന്നുകൂടി പറയോ? തണ്ടുരുളും തടിയുരുളും തടിയുമ്മേൽ ചെറുതരി ചെറുമണി ചെറുതരി തടിയുരുളും തണ്ടുരുളും തടിയുരുളും
പോട്ടെ അടുത്ത അറിയില്ല. തണ്ടുരുളും തടിയുളുരുളും അപ്പൊ അടുത്ത ഞാൻ തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ചെറുമണി കുരുമുളക് ഉരുളുകും. ചെരുമണിക്കോറം തടിയാണ് തണ്ടിയാണ് തണ്ടുരുളും തടിയുരുളും പറഞ്ഞായി പറഞ്ഞ സ്ഥലത്ത് കായായി പോയ ആയാലും ആയാലും ചെയ്താൽ തണ്ടൂരിലും തടിയുള്ളൊരു തടിയിന്മേൽ കൊടുത്തു അടി കൊടുത്തു. തണ്ടിയാണോന്ന് ചോദിച്ചപ്പോ തന്നെ അവനിക്ക് ഒരെണ്ണം കൊടുക്കണമായിരുന്നു. പിന്നെ പാവം ഇദ്ദേഹം ഒന്ന് പറഞ്ഞു 3 പ്രാവശ്യം തണ്ടുരുളും തടിയുരുളും തടിയുമ്മേ ചെറുതരിക്ക് ഒരു Guys, അപ്പൊ ഇതോടുകൂടെ ഇത് നല്ല ഫ്ലോപ്പർ. അതെ, ഇതോടുകൂടി നമ്മുടെ ഇത് ചലഞ്ച് വൈൻഡപ്പ് ചെയ്യണം. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ട് അല്ലെ തുടർന്ന് പോവുക, സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. കാരണം നമ്മള് കൊച്ചു കൊച്ചു ആൾക്കാരൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ പോലും ഫാമിലി ആയിട്ട് കരുതിയിട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങോട്ട് ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക.